നമസ്കാരം. നമുക്ക് നമ്മുടെ വീഡിയോയിൽ തന്നെ മുടി കൊഴിച്ചിൽ അകറ്റാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ താരൻ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ. അതിൽ വളരെ എടുത്തു പറയേണ്ടതും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളതും ഒന്നാണ് റോസ്മേരി എന്നുള്ളത്. അപ്പോൾ ഈ റോസ്മേരി തന്നെ നമ്മൾ തിളപ്പിച്ച് ഉണ്ടാക്കി ഉപയോഗിക്കുന്ന രീതിയാണ് ഇതിന് മുൻപൊക്കെ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ പുറത്തു പോകുന്നവരും അല്ലെങ്കിൽ ജോലിക്കിടയിലൊക്കെ തന്നെ ഇത് തിളപ്പിക്കുക, എടുത്ത് വെക്കുക എന്നൊക്കെ പറയുന്ന കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് റോസ്മേരി വാട്ടർ തന്നെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ വാങ്ങി വെക്കാൻ പറ്റുന്ന റോസ്മേരി വാട്ടർ ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഇതിന് മുൻപ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒത്തിരി പ്രൊഡക്റ്റ് ഞാൻ അന്വേഷിച്ചതാണ്. ഉപയോഗിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുന്ന സമയത്ത് റോസ്മേരി വളരെ കുറവായിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളാണ് കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ റോസ്മേരി വാട്ടർ നമുക്ക് അത്ര സേഫ് ആണോ എന്നുള്ളതിലൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുത്ത വളരെ നല്ലൊരു റോസ്മേരി വാട്ടറാണ്. ഉപയോഗിച്ച് നോക്കിയപ്പം ബേബി ഹെയേഴ്സൊക്കെ വരുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ്. മറ്റ് നമ്മൾ തിളപ്പിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അതും വളരെ നല്ലതാണ്. കാരണം പ്യുവർ ആയിട്ടുള്ള റോസ്മേരി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റുമാണ്. അപ്പോൾ ഈ റോസ്മേരി വാട്ടർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള മുൻപ് വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മെത്തേഡ് ആദ്യം ഒന്ന് കണ്ടുവരാം കേട്ടോ. ഓർഗാനിക് ആയിട്ടുള്ള ചില റോസ്മേരി ലീവ്സ് ഡ്രൈഡ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വീട്ടിൽ വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. അതിനായാലും നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ്മേരി ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. തിളച്ച് ഒരു കുറഞ്ഞ രീതിയിൽ അതൊന്ന് വറ്റി വരുമ്പോൾ അത് തണുക്കാൻ അനുവദിക്കുക. ഒരു രാത്രി മുഴുവനൊക്കെ വെച്ച് പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു യെല്ലോ കളർ വന്നിട്ടുണ്ടാകും. കളറ് മാത്രമല്ല കേട്ടോ, സ്മെല്ലും ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അത് മുടിയിലേക്ക് നമുക്ക് സ്കാൽപ്പിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇതും നല്ലൊരു മെത്തേഡാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തിളപ്പിക്കാനും എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല, പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം, അതൊന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റോസ്മേരി വാട്ടറാണ്. റിച്ച് എലമെൻസിൻ്റെ 100% ഓർഗാനിക് ആയിട്ടുള്ള റോസ്മേരി വാട്ടറാണ് കേട്ടോ. അത് കുറേ കാര്യങ്ങൾ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ബെസ്റ്റ് എന്നുള്ള ഒന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരുപാട് ബ്രാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു റോസ്മേരി വാട്ടർ തന്നെ. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന കണ്ടിന്യൂ ചെയ്യാം, അതല്ലെങ്കിൽ എനിക്ക് ഓക്കെ എന്ന് തോന്നിയിട്ടുള്ള ഒന്ന് കാണിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു റോസ്മേരി വാട്ടറിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അകാരണമായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞ് ബേബി ഹെയർസൊക്കെ വരാൻ വേണ്ടിയിട്ട്, സ്കാൽപ്പിൽ നമുക്ക് നല്ല ഡാൻഡ്രഫിൻ്റെ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഒക്കെ നല്ലതാണ്. ഹെയർ ഫോളിക്കിൾസ് നന്നായിട്ട് വളരാൻ സഹായിക്കും. നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് ഹെയറിൻ്റെ ഒരു ടെക്സ്ചറിന് തന്നെ വ്യത്യാസം വരും കേട്ടോ. പിന്നെ പ്രധാന പ്രശ്നം നമുക്ക് മുടി കൊഴിച്ചിലാണല്ലോ. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. എങ്കിലും അകാരണമായിട്ടുള്ള കൊഴിച്ചിലാണെങ്കിൽ നമുക്ക് ഈ ഒരു റോസ്മേരി വാട്ടർ കൊണ്ട് മാത്രമായിട്ട് മാറ്റാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എടുത്ത് സ്പ്രേ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്കാൽപ്പിൽ മാത്രമല്ല ഹെയറിലും ഡീടാങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാം. അങ്ങനെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതുമാണ്. അതായത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും, യൂസ് ചെയ്യാനും ഈസിയാണ്. നമ്മുടെ സ്കാൽപ്പിലേക്കായാലും അല്ലെങ്കിൽ നേരിട്ട് മുടിയിലേക്കായാലും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് അപ്ലൈ ചെയ്തിട്ടിട്ട് ഒന്നുകിൽ ഒരു മണിക്കൂറിന് ശേഷമൊക്കെ തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് കൂടുതൽ റിസൾട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഓവർനൈറ്റ് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്കാൽപ്പിലും മുടിയിലൊക്കെ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊരു മസാജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കാണാറുണ്ട്. അപ്പം എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇത് വാഷ് ചെയ്യല്ലോ, ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. പിന്നെ റോസ്മേരി ആയാൽ പോലും എത്ര നല്ല കാര്യമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് പലർക്കും പല പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അത് ഓരോ സ്കാൽപ്പിനൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. കാരണം നമ്മൾ മറ്റുള്ള സ്പ്രേ ഒക്കെ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉലുവയൊക്കെ ചേർത്തിട്ട് എല്ലാം നല്ലതാണ്. കാരണം അത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പക്ഷെ അത് ഫ്രിഡ്ജിൽ വെക്കണം, അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ തണുപ്പ് തലയിൽ തട്ടുമ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോ. അത്
ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് യാത്രയിലൊക്കെ തന്നെ. അങ്ങനെ പിന്നെ നമുക്ക് ഡീടാങ്കിൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഡീടാങ്കിൾ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ഭക്ഷണത്തിലും ഔഷധത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ സസ്യമാണ് ഈ റോസ്മേരി. വെറുതെ നമ്മൾ മുടിക്ക് മാത്രം ഉപയോഗിക്കുന്നതല്ല, ഞാൻ പറഞ്ഞു വന്നപ്പം, കാരണം എല്ലാവർക്കും താല്പര്യമുള്ള വിഷയം ഇത് എങ്ങനെ ഹെയർ കെയറിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള ആയുർവേദ ഔഷധങ്ങളിലൊക്കെ തന്നെ, നമ്മൾ ആയുർവേദത്തിൽ തന്നെ ഇതിനെ ഔഷധങ്ങളുടെയൊക്കെ രാജകുമാരിയായിട്ടൊക്കെ കണക്കാക്കാറുണ്ട്. കാരണം വളരെ ഗുണകരമായിട്ടുള്ളതാണ്. ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ ആണ് നമ്മുടെ ഒരു ഹോർമോൺ വ്യതിയാനമാണ് മുടി കൊഴിച്ചിലിന് കാരണമാവാറുള്ളത്. റോസ്മേരിയിൽ അടങ്ങിയിട്ടുള്ള കുർസോളിക് ആസിഡിൽ ഈ DHT ഉള്ളതിനാൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ തടയാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നല്ല സിവിയർ ഹെയർ ഫോൾ ഉള്ളവർക്കൊക്കെ ഇത് ഒരു കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ വ്യത്യാസം കാണാറുണ്ട്. കുർസോളിക് ആസിഡിലൊക്കെ തന്നെ ഈ ഒരു DHTയുടെ ഉൽപ്പാദനത്തെ തടയാൻ സഹായിക്കുന്നത് കൊണ്ട് റോസ്മേരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ഉള്ള പ്രശ്നമുള്ളവർക്ക് അത് കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോഴേ നല്ല വ്യത്യാസം കാണാറുണ്ട്. അപ്പോൾ ഉപയോഗിച്ചവർക്ക് അറിയായിരിക്കും. പക്ഷെ ചിലരെങ്കിലും ഒക്കെ അത് ഉപയോഗിച്ചാൽ മുടി കൂടുതൽ കൊഴിയുന്നു എന്ന് പറയാറുണ്ട്. ചില സ്കാൽപ്പിന് അത് മാച്ച് ഇല്ലാണ്ട് വരുമ്പോഴാണ്. പൊതുവേ റോസ്മേരി ഉപയോഗിച്ച ചെറിയൊരു ചൂടുള്ളത് കൊണ്ടും നമുക്കൊരു പരിധിയിൽ കൂടുതൽ നല്ലതാണല്ലോ എന്നോർത്ത് ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കും. അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. വളരെ മൈൽഡായിട്ടുള്ള രീതിയിൽ ഇപ്പം ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ വേറെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും ഇല്ലാത്തതിനാൽ നമുക്ക് കുറച്ച് അധിക നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോണറും കൂടിയാണ്. അപ്പോൾ ഉപയോഗിച്ച് നോക്കുക, ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. ഹെയർ കെയറിൽ ശ്രദ്ധിക്കുന്നവരാണ്, അല്ലവർക്ക് പെട്ടെന്നൊരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ആശ്രയിക്കാം. ഇനി ഒരു റോസ്മേരി കൊണ്ട് മാത്രം അടിമുടി മാറ്റി മറക്കാൻ എന്നല്ല കേട്ടോ. നമ്മൾ പറയാറില്ലേ ഹെയർ കെയറിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അതെല്ലാം കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. കാരണം അതൊക്കെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല ഉറക്കം, ഭക്ഷണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത്, ഹൈഡ്രേറ്റ് ആക്കി നിർത്തുന്നത്, ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യുന്നത്, സർക്കുലേഷൻ കൂട്ടുന്നത്, ഇതൊക്കെ ഞാൻ പറയാതെ അറിയാലോ അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ആർക്കെങ്കിലും ഉപയോഗപ്പെടാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.